ഫുൾ ലോൺ ചെയ്യാൻ പറ്റുന്ന ഒരു സെൽട്ടോസ് ഓട്ടോമാറ്റിക് ഒരു 15,000 കിലോമീറ്റർ 2022 മോഡലാട്ടോ. ആകെ 15,000 കിലോമീറ്റർ പോയിട്ടുള്ളൂ. ലെങ്ത്തും മൈലേജും നോക്കുന്നവർക്കില്ല, സെഡാന്റെ സൗകര്യമൊക്കെ കിട്ടും, നല്ല മൈലേജും കിട്ടുന്ന ഒരു വാഹനം. 50 രൂപ ഇറക്കാം, 50 രൂപ സുഖമായിട്ട് വണ്ടി ഇറക്കാം. ഡീസൽ മാത്രം പറഞ്ഞ പോലെ ഡീസൽ ഓട്ടോമാറ്റിക് ആണെന്നുള്ളതാണ് ഹൈലൈറ്റ്. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്കിത്? ഇത് നമുക്ക് നമ്മൾ ചോദിക്കുന്നത് 4.5 അല്ല, 24 വരെ കിട്ടുന്നവരുണ്ട്. സോ അത്രയും നല്ല മൈലേജ് കിട്ടുന്ന ഒരു വാഹനം ഡെയിലി യൂസിൽ കൊണ്ടുനടക്കാൻ പറ്റും. CVT ഓട്ടോമാറ്റിക് അസിസ്റ്റന്റ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടി 40,000 കിലോമീറ്റർ. ഫ്രണ്ട്സ്, അപ്പൊ ഇത് നമ്മള് MKL രണ്ടാമത്തെ ഒരു പാർട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. ലാസ്റ്റ് ഡേ നമ്മൾ ഇതാണ് 11.5 ലക്ഷം രൂപ മുതൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ക്രിസ്റ്റകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടിരുന്നു. ഫോർച്യൂണർ 12 ലക്ഷം രൂപയാണ് നമുക്ക് വരുന്നത്. അതേപോലെ ചെറുവാഹനങ്ങളും അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ചെറുവാഹനങ്ങളാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഡെയിലി അപ്ഡേഷന് കാര്യങ്ങളൊക്കെ അറിയാൻ നമ്മൾ പേജിൽ ഫോളോ ചെയ്യുക. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നല്ല ക്വാളിറ്റി ഉള്ള കാറുകൾ നമ്മൾ യൂസർ കാർ നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു പേജാണ് ഓട്ടോടെക്. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ള MKL ആണ്. അപ്പോൾ നമ്മളെ കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ള ഫൈസൽക്കാണ്. ഫൈസൽക്ക, നമ്മളെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലൊക്കേഷൻ വെള്ളോമ്പറാണ്, അതായത് പാലക്കാട് കോഴിക്കോട് ഹൈവേ. അപ്പോൾ നമ്മളെ നാഷണൽ ഹൈവേ തന്നെയാണ് വണ്ടി ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി നല്ല ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ തുടക്കം മുതൽ അല്ലേ, നമ്മൾ ചാനൽ തുടങ്ങിയ അന്ന് മുതലേ നമ്മൾക്ക് ഇവിടെ വരുന്നൊരു ഷോറൂമാണ്. കാരണം പറഞ്ഞാൽ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഫീഡ്ബാക്ക് ഉള്ള ഒരു ഷോറൂമാണ്. കാരണം ആരും ഇതുവരെ നമ്മളോട് കംപ്ലൈൻറ്റുകളോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. സോ അത്രയും കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു അടിപൊളി ഷോറൂമാണ്. ക്വാളിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് അത്രയും നമുക്ക് അഷ്യൂർ ചെയ്യുന്ന ഒരു ഷോറൂമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്രയും നമുക്ക് ധൈര്യപ്പെട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഷോറൂം കൂടിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ, അതും നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സെമി പ്രീമിയം വാഹനമാണ് ഹോണ്ടയുടെ സിറ്റി. അതിൽ നമുക്ക് സൺറൂഫ് ഒക്കെ വരുന്ന അന്നത്തെ ഏറ്റവും ടോപ്പ് എൻഡ് VX ഓട്ടോമാറ്റിക് ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2015 വണ്ടിയാണ്. KL7 എറണാകുളം ഒറിജിനൽ കേരള വണ്ടിയാണ്. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല സ്പേഷ്യസ് ആണ്. നമുക്ക് ലോങ് ഡ്രൈവിനൊക്കെ നല്ല സുന്ദരമായിട്ട് ഫാമിലിക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം. VX ആണ് ഓപ്ഷൻ വരുന്നത്. സെക്കൻഡ് ഓണർ ആണ്. 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് നമ്മൾ ചോദിക്കുന്നത് 5.5 രൂപ. അതായത് സൺറൂഫ് ഒക്കെ ഉണ്ട്, സൺറൂഫ് ഉണ്ട്, ഫീച്ചേഴ്സ് ഉണ്ട്, പാഡൽ ഷിഫ്റ്റിംഗ് ഒക്കെ വരുന്നുണ്ട്, അതില് ക്രൂസ് കൺട്രോൾ ഒക്കെ വരുന്നുണ്ട് അല്ലേ. അപ്പൊ അതായത് നമുക്ക് ഒറിജിനൽ കേരള വണ്ടിയാണ്. 5.5 ലക്ഷം രൂപ, 90,000 കിലോമീറ്റർ. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സെക്കൻഡ് ഓണർ വണ്ടിയാണ്. നമുക്ക് മാക്സിമം എത്ര രൂപ ലോൺ ചെയ്യാൻ പറ്റും? ഒരു 50 രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റുമോ? പാർട്ടിക്കാൻ ചെയ്യാൻ നോക്കാം. 50 രൂപ മാക്സിമം ചെയ്യാൻ നോക്കാം ഉണ്ടെങ്കിൽ സുഖമായിട്ടില്ല. 5 ലക്ഷം രൂപ കേട്ടോ. അടുത്ത നല്ല ക്വാളിറ്റിയും പെർഫോമൻസും നോക്കുന്നവർക്ക് ഒരു ഫോക്സ് വാഗന്റെ വെന്റോ. ഇത് ഡീസലാണോ അത് പെട്രോൾ? ഡീസൽ 2015 കേട്ടോ. 2015 ഡീസൽ ഒറിജിനൽ കേരള വണ്ടി. നല്ല ഫാൻസി നമ്പറൊക്കെ വരുന്ന വണ്ടിയാണ്. അത് നല്ല അടിപൊളി കളറാണ്. അതായത് നമുക്ക് അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി വാഹനമാണ്. പെർഫോമൻസും ബോഡി ക്വാളിറ്റിയും. ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത്. ഓട്ടോമാറ്റിക് ആണ്. DSG ഗിയർ ബോക്സ് ആയിരിക്കും. സോ നമുക്ക് ഈ ഒരു വോക്സ് വാഗനിലാണ് GX ഗിയർ ബോക്സ് കുറച്ച് ഇറങ്ങിയിട്ടുള്ളൂ. അത് റയർ സ്പെഷ്യൽ എഡിഷൻ ആണ്. സോ നല്ല പെർഫോമൻസും ക്വാളിറ്റിയും മൈലേജും നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2015 വണ്ടിയാണ്. കിലോമീറ്റർ 1.28 ഓടിയിട്ടുണ്ട്. തേർഡ് ഓണർ ആണ്. ഡീസലാണ്. അതാണ് നിങ്ങൾ പറഞ്ഞ മൈലേജ് ആണ് എന്റെ ഏറ്റവും പ്രശ്നം. ഡീസൽ മാത്രം പറഞ്ഞ പോലെ ഡീസൽ ഓട്ടോമാറ്റിക് ആണെന്നുള്ളതാണ് ഹൈലൈറ്റ്. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്കിത്? ഇത് നമുക്ക് നമ്മൾ ചോദിക്കുന്നത് 4.5 അല്ല, ചെറിയ പ്രൈസിനാണ്. ഇത് ഇറങ്ങിയ അന്നത്തെ പ്രൈസ് കേട്ടാൽ നമ്മൾ നെട്ടിപ്പോകൂല. മാക്സിമം നമുക്ക് ലോണും ചെയ്യാം കേട്ടോ. അടുത്തതാണ് ഒന്നുകൂടെ നമുക്ക് ടാറ്റ നെക്സോൺ. ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഇതിന്റെ സേഫ്റ്റി തന്നെയാണ് അല്ലെ. 5 സ്റ്റാർ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു SUV ആണ്. കോട്ടയം രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2017-19 രജിസ്ട്രേഷനാണ് വണ്ടി വരുന്നത്. പെട്രോൾ ആണ്. അതിൽ അഡീഷണൽ ആയിട്ട് കമ്പനി അല്ല, നമ്മൾ അതിൽ CNG കയറിയിട്ടുണ്ട്. അലോയ്സ് കാര്യങ്ങൾ എക്സ്ട്രാ വരുന്നുണ്ട്. അത് ഫസ്റ്റ് ഓണർ ആണ് വണ്ടി വരുന്നത്. പെട്രോള് വണ്ടി കോപ്പും കാര്യങ്ങളും നല്ല വണ്ടിയാണ്. ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്നത് 5.5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപ. ഇതിന്റെ ഹൈലൈറ്റ് എന്നാൽ പെട്രോൾ നമുക്ക് CNG ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. CNG നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഒരു 10 വേണമെങ്കിൽ ആ ഒരു ക്യാഷിൽ കുറച്ച് കൊടുക്കും. ഇനി കുറച്ചും കൊടുക്കാം. മാക്സിമം ലോണും ചെയ്യാം. ഡയറക്റ്റ് വരുമ്പോൾ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഒരു 19 രൂപ വേണ്ടി ഇറക്കും ചെയ്യാം. അതൊരു മാരുതി സുസുക്കി ബലേനോ 2018 മോഡലാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ, കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? 2018 ആണ്. 70,000 കിലോമീറ്റർ പോയിട്ടുണ്ട്. സെക്കൻഡ് ഓണർ ആണ് വരുന്നത്. ഡീസലാണ്. അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ടാവും. അതായത് നല്ല മൈലേജും ഡെയിലി യൂസിന് വാങ്ങാൻ നോക്കുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഇതിന്റെ ഹൈലൈറ്റ് പറഞ്ഞാൽ 1 ലക്ഷത്തിന് താഴെ കിലോമീറ്ററോടെ ഇങ്ങനത്തെ വണ്ടികൾ കിട്ടാൻ ഇച്ചിരി പാടാണ് അല്ലെ. സ്വിഫ്റ്റും ബലേനൊക്കെ പറഞ്ഞാൽ 2018 വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം നമുക്ക് നല്ല കറക്റ്റ് ആയിട്ട് ഓടിക്കുന്ന ഒരാളെ സംബന്ധിച്ച് 20-22 മൈലേജ് കിട്ടും. ലോങ് ഡ്രൈവിൽ 24 വരെ കിട്ടുന്നവരുണ്ട്. സോ അത്രയും നല്ല മൈലേജ് കിട്ടുന്ന ഒരു വാഹനം ഡെയിലി യൂസിന് കൊണ്ടുനടക്കാൻ പറ്റും.
സിഗ്മയാണ് ഓപ്ഷൻ വരുന്നത്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? 6 ലക്ഷം രൂപ ചോദിക്കുന്നത്. 6 ലക്ഷം രൂപ. 6 ലക്ഷം രൂപ, ഒരു 19 രൂപ വണ്ടി ഇറങ്ങാം. അടുത്ത നല്ലൊരു ഫാമിലി നമ്മൾ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ്. അതായത് മെയിൻ്റെനൻസ് വളരെ കുറവുള്ള ഒരു വാഹനം നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഹോണ്ടയുടെ അമേസ്. അതിന്റെ സെക്കൻഡ് ജനറേഷൻ ആണ്, ഫേസ് ലിഫ്റ്റ് ഒക്കെ വന്നിട്ടുള്ള മോഡലാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2021 ആണ്. 40,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 40,000 കിലോമീറ്റർ. അത് ഓട്ടോമാറ്റിക് ആണ് അല്ലേ? അതെ, ഓട്ടോമാറ്റിക് ആണ്. CVT ഓട്ടോമാറ്റിക്. സോ നമുക്ക് ലേഡീസിനും ഓപ്ഷൻ വരുന്നത്. ഇത് നമുക്ക് ഒരു ലാസ്റ്റ് വേണമെങ്കിൽ ഫൈനൽ ഇപ്പൊ ഇത്രയും നമ്മൾ ചോദിക്കാത്ത 790 വേണമെങ്കിൽ ലാസ്റ്റ് കൊടുക്കും. 790 കേട്ടോ. അത് CVT ഓട്ടോമാറ്റിക് ആണ്. കാരണം നമുക്ക് പുതുതായിട്ട് ഡ്രൈവിംഗ് പഠിച്ചവരെ സംബന്ധിച്ച് നമുക്ക് കയറ്റത്തിൽ നിന്ന വണ്ടി പിറകോട്ട് ഇറങ്ങാം, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. CVT ഓട്ടോമാറ്റിക്കലി അസിസ്റ്റന്റ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടി. 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എത്ര പറഞ്ഞത്? 7 ലക്ഷം രൂപ അല്ല? 7,90,000. 790. നമ്മൾ അത് അതിൽ മേലെ ചോദിച്ചു വേണ്ടി. അപ്പൊ നമ്മൾ അങ്ങനെ പോവാണെങ്കിൽ പോട്ടെ. ഇത് ഓട്ടോമാറ്റിക് ആണെങ്കിൽ പറഞ്ഞില്ല, 40,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ അല്ലേ? ഒരു 19 രൂപ ആവശ്യക്കാർക്ക് വന്നാൽ അടുത്ത് പോവാം. അടിപൊളി വണ്ടിയാണ്. അത് വീണ്ടും നമുക്ക് മൈലേജ് കൺസിഡർ ചെയ്യുന്നവർക്ക് ഈ ഒരു സെഗ്മെന്റിൽ ഡിസയർ ഡീസൽ വണ്ടി എന്ന് പറഞ്ഞാൽ 24 വരെയൊക്കെ മൈലേജ് കിട്ടുന്നവരുണ്ട്. ഡിസയർ 2017 മോഡൽ ഇല്ല, VDI ആണ് ഓപ്ഷൻ വരുന്നത്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, റിയറിൽ നമുക്ക് AC വെന്റ്, ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് നമുക്ക് ആഡ് ഓൺ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ വരുന്നത്? 120 ഓടിയിട്ടുണ്ട്. ഫസ്റ്റ് ഓണർ ആണ് വരുന്നത്. പിന്നെ പറഞ്ഞല്ലോ ഓപ്ഷൻ VDI ആണ്. ഓക്കെ. പിന്നെ ഇപ്പൊ ഇതിന്റെ സ്പെഷ്യൽ ഡീസലാണ്. അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സാധാരണ ഇപ്പൊ കമ്പനി പോയാലും കിട്ടില്ല, കാരണം പ്രൊഡക്ഷൻ ഇല്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഡീസൽ വണ്ടി നോക്കി നടക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അതും സിംഗിൾ ഓൺഷിപ്പ് വണ്ടി ഇല്ല. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക് ഈ വാഹനം? നമുക്ക് 5 റുപ്യക്ക്. ന്യൂ ഷേപ്പ് വരുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് 2017 വരുന്നത്. ഇതൊക്കെ ട്രാക്കിന്റെ ഒരു 10-30 രൂപ വണ്ടി ഇറക്കും ചെയ്യാം കേട്ടോ. അടുത്ത തവണ നമുക്ക് ഒരു ജാസ് ആണ്. ഇത് ഡീസൽ അല്ല വരുന്നത്? ഡീസലാണ്. മൈലേജ് ഹൈലൈറ്റ്. അപ്പൊ നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. കേൾട്ടൺ BJ നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അതർ സ്റ്റേറ്റ് ആണെങ്കിലും നമുക്ക് നമ്പർ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? മോഡൽ 2015 120 പോയിട്ടുണ്ട്. സെക്കൻഡ് ഓണർ ആണ്. പിന്നെ ഇപ്പൊ എന്താ നല്ല വണ്ടി, നല്ല വൃത്തി കാര്യങ്ങളൊക്കെ. മെയിനായിട്ട് പറഞ്ഞിട്ടില്ല, പ്രൈസ് പറയുന്നത് വില നമ്മളിത് ലാസ്റ്റ് നമ്മൾ ഒരു 3.25 വേണമെങ്കിൽ കൊടുക്കാം. 3.25 കേട്ടോ. മാക്സിമം പൊട്ടിച്ചുള്ള പ്രൈസാണ്. 2015 മോഡലാണ്. 3.25 ഒരു ബെസ്റ്റ് പ്രൈസിന്. ഒന്നാമതിന്റെ ലെങ്ത്തും മൈലേജും നോക്കുന്നവർക്കില്ല, സെഡാന്റെ സൗകര്യമൊക്കെ കിട്ടും, നല്ല മൈലേജും കിട്ടുന്ന ഒരു വാഹനം. അത് നമ്മൾ ന്യൂ മോഡൽ വാഗ്നർ നോക്കുന്നവർക്ക് ഇതിന്റെ ഏറ്റവും ഫുൾ ലോഡ് വണ്ടിയില്ല. അത് നമുക്ക് റിയറിൽ വൈപ്പറും അലോയ്സ് കാര്യങ്ങളൊക്കെ അടക്കം വരുന്ന ഒരു കിഡ്ലം വണ്ടിയാണ്. 2019 വണ്ടി. ഓട്ടോമാറ്റിക് ആണ് വരുന്നത്? അതെ, ഓട്ടോമാറ്റിക് ആണ്. 70,000 കിലോമീറ്റർ ഓടിയുണ്ട്. ZXi കേട്ടോ. ZXi ഓട്ടോമാറ്റിക് ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. ഇല്ല, കിലോമീറ്റർ 70,000 പറഞ്ഞ സിംഗിൾ ഓണർ ആണ്. ഏറ്റവും ഫുൾ ലോഡിൽ ഓട്ടോമാറ്റിക്. അത്യാവശ്യം നല്ല മൈലേജും കംഫർട്ടൊക്കെ കിട്ടുന്ന ഒരു വാഹനമാണ്. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? മേജർ ആയിട്ടൊന്നുമില്ല. ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത് നമ്മൾ ഈ വാഹനത്തിന്? 490 കേട്ടോ. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റൂ? ഇത് 50 രൂപ വണ്ടി ഇറക്കാം. 50 രൂപ വണ്ടി സുഖമായിട്ട് വണ്ടി ഇറക്കാം കേട്ടോ. അതിന്റെ ഇടയിൽ നമുക്ക് കഴിഞ്ഞ പാട്ടിൽ നമ്മൾ വിട്ടുപോയ 2 ഇന്നോവകൾ ഉണ്ട് അല്ലേ? ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2015 കേട്ടോ. 2015 ഇന്റർകൂളർ ആണ്. സോ നമുക്ക് അത്യാവശ്യം നല്ല സ്പേസും നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു വാഹനമാണ്. ഇത് ഏതായിരുന്നു ഓപ്ഷൻ? ഏതായിരുന്നു? അത് V ആണ്. 2014 മോഡലാണ്. 15 മോഡലാണ്. Type 4 ഒറിജിനൽ വരുന്ന വണ്ടിയാണ്. ഇന്റർകൂളർ ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻബിൽട്ട് ആയിട്ട് തന്നെ വരുന്നുണ്ട്. നിലവിൽ കേൾട്ടൺ BLL നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അല്ലേ? എത്ര രൂപ കൊടുക്കാൻ പറ്റും നമുക്കിത്? ഇത് 9.5 അല്ല. 2015 മോഡൽ V. കിലോമീറ്റർ ഓടിയിട്ടുള്ളത് 197 പോയിട്ടുണ്ട്. സെക്കൻഡ് ഓണർ കേട്ടോ. 197 സെക്കൻഡ് ഓണർ വണ്ടി. ഏകദേശം 1.5 റുപ്യ വണ്ടി ഇറക്കും ചെയ്യാം. അടുത്ത വീണ്ടും ഒരു പിന്നെ തന്നെയാണ്, ഇന്നോവ തന്നെയാണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2014 കേട്ടോ. 14 മോഡല്. അതെ, 2014 ആണ്. 160 പോയിട്ടുണ്ട്. V ആണ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ. ഇത് ഫസ്റ്റ് ഓണർ അല്ല, ഇതാണ് സെക്കൻഡ് ഓണർ കേട്ടോ. നമ്പർ ആയപ്പോ ഇപ്പൊ നമുക്ക് കൺവേർട്ട് ആയതാണ്. എങ്ങനെയായിരുന്നു നമുക്ക് ചോദ്യം? എങ്ങനെയായിരുന്നു? ഇത് 9.5 അല്ല. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇതൊക്കെ 1 രൂപ വണ്ടി നമുക്ക് ചെയ്യാം. 1 രൂപ വണ്ടി സുഖമായിട്ട് വണ്ടി ഇറക്കാം. അതുകൊണ്ട് സ്പെഷ്യൽ എഡിഷനിൽ, അതായത് സ്പെഷ്യൽ എഡിഷനിൽ, അതായത് മാറ്റ് ഫിനിഷിംഗിൽ വരുന്ന ഒരു എന്താണ് എക്സ്ട്രയില് അല്ലേ? അതായത് ഒരു സ്പെഷ്യൽ, അതായത് എക്സ്ലൈൻ ആണ്, സ്പെഷ്യൽ എഡിഷൻ ആണ് വരുന്നത്. സെൽട്ടോസിന്റെ അതും സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഏറ്റവും ടോപ്പിന്റെ. ഇത് ഡീസൽ അല്ല വരുന്നത്? അല്ല, പെട്രോൾ ആണ്. 2022 മോഡലാട്ടോ. ആകെ 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 15,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 2022 മോഡൽ അല്ലേ? ഓണർഷിപ്പ് എങ്ങനെയാണ്? സിംഗിൾ ആണോ? ഓണർഷിപ്പ് സിംഗിൾ ഓണർ. എത്ര രൂപ ചെയ്യാൻ പറ്റും ഇത്? നമുക്ക് ഒരു
14 രൂപ ചോദിക്കുന്നത് അതിൽ താഴെ നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കും ചെയ്യാം. ഫുൾ ലോൺ കിട്ടും കേട്ടോ. ഫുൾ ലോണ് ചെയ്യാൻ പറ്റുന്ന ഒരു സെൽട്ടോസ് ഓട്ടോമാറ്റിക് ഒരു 15,000 കിലോമീറ്റർ. ഇതിന്റെ അഗൈൻ ചെറിയൊരു ബഡ്ജറ്റിൽ ഡീസൽ വണ്ടി നോക്കുന്നവർക്ക് ഒരു കിളം റിഡ്സ് വരുന്നുണ്ട്. ഇത് എങ്ങനെയായിരുന്നു മോഡൽ? 2012 വണ്ടിയാണ്, 2012 ആണ്. അത് BDI ആണ്, സെക്കൻഡ് ഓണർ ആണ്. ഓക്കെ. ഇത് ചോദിക്കുന്നത് നമ്മൾ 2.4 കേട്ടോ. 2.4 അല്ലേ? ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ MKL ആയിരുന്നു. അത്യാവശ്യം നമ്മൾ 2 പാർട്ടായിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് ടയോട്ടയുടെ നല്ലൊരു കളക്ഷനുകളായിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ മിക്സ് ചെയ്തിട്ടൊരു പാർട്ടാണ് വന്നിട്ടുള്ളത്. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ വള്ളോമ്പുറത്താണ്. താഴെ നമ്പർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. പുതിയൊരു വീഡിയോ വരുന്നത് വീണ്ടും കാണാം. റിയാസ് ആൻഡ് ഫൈസൽ സൈനിങ് ഓഫ്.